ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന വാർത്ത വീണ്ടും പുറത്തുവരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ വീണ്ടും നീട്ടി. എണ്ണവിലയിൽ വൻ മാറ്റങ്ങൾക്ക് സാധ്യതയോ? 3 മാസമായി തുടരുന്ന അമേരിക്ക ഇറാൻ സംഘർഷത്തിന് അന്ത്യം കുറിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമായിരിക്കുന്നു. പിരിമുറുക്കങ്ങൾക്കിടയിലും നിലവിലുള്ള വെടിനിർത്തൽ കരാർ 60 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ പ്രാഥമിക ധാരണയിലെത്തിയതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തടസ്സപ്പെട്ടിരുന്ന ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനും ധാരണയിൽ വ്യവസ്ഥയുണ്ട്. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. കരാർ അന്തിമമാക്കുന്നതിനായി അമേരിക്കൻ ഇറാനിയൻ പ്രതിനിധികൾ നിരന്തരമായ ആശയവിനിമയത്തിലാണ്. ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവയാണ്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണതോതിൽ തുറന്നു പ്രവർത്തിക്കുക, വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളിൽ ഘട്ടം ഘട്ടമായി ഇളവുകൾ വരുത്തുക എന്നിവയാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കരാർ വെറുമൊരു രാഷ്ട്രീയ തീരുമാനമല്ല, ആഗോള സാമ്പത്തിക രംഗത്തെ തന്നെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. ലോക വിപണിയിലെ ക്രൂഡ് ഓയിൽ ലഭ്യതയും ഇന്ധനവിലയും ഈ കരാറിനെ ആശ്രയിച്ചായിരിക്കും ഇനി തീരുമാനിക്കപ്പെടുക. കരാർ അന്തിമമായാൽ അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വം കുറയുകയും അത് ആഗോള ഇന്ധനവിലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഇത് നമ്മുടെ നാട്ടിലെ ഇന്ധന വിപണിയെയും നേരിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കരാറിന്റെ അന്തിമ അംഗീകാരത്തിനായി കാതോർക്കുകയാണ് ലോകരാജ്യങ്ങൾ. വരും മണിക്കൂറുകളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈരാറ്റുപേട്ടക്കാർക്കൊരു സന്തോഷ വാർത്ത. കൂടുതൽ സൗകര്യങ്ങളോടെ അത്യാധുനിക സംവിധാനങ്ങളുമായി ഈരാറ്റുപേട്ടയിൽ എമർജ് ഹോസ്പിറ്റൽ. ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള തിമിര ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർ മാനുവൽ ജോണിന്റെ സേവനവും ഇവിടെ ലഭ്യം. ഒപ്പം ENT വിഭാഗത്തിൽ ഡോക്ടർ മരിയ ജോസ്, ഓർത്തോപീഡിക്സിൽ ഡോക്ടർ സ്റ്റാനി മാത്യു, കുട്ടികളുടെ വിഭാഗത്തിൽ ഡോക്ടർ ഫജിത് സൈനുദ്ദീൻ എന്നിവരുടെ വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കാം. ആരോഗ്യമാണ് സമ്പത്ത്, അത് കാത്തു സൂക്ഷിക്കാൻ ഇനി എമർജ് കൂടെയുണ്ട്.